ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. പോകയും നിൽക്കയും വല്ലാതെ പോസുരൻ ആകാംക്ഷയായി വലയുമ്പോൾ അങ്ങവൾ ഞാൻ അനുകൂല എന്നുള്ളതും വാഗാനനം കൊണ്ട് മന്ദം പറഞ്ഞിടിനാൾ. താനത് ബോധകതാരഴിഞ്ഞേറ്റവും ദീനനായി ക്ലേശിതനായി വശം കെട്ടകോ ചെന്ന് അവളെ പുണർന്നിടിനാദരാൽ വന്നേഴും തുല്യാനുപാത കൗതുകലാൽ സംഘം മുഴുത്തു മതിമറന്നേറ്റവും തങ്ങളിൽ ചേർന്നു രമിച്ചാരനുദിനം തന്നുടെ വർണ്ണധർമ്മങ്ങളും കർമ്മങ്ങളും തന്നെയും കൂടെ മറന്നാനതിഷടൻ. അങ്ങനെ നിത്യം രമിച്ചവനീസുരൻ അങ്ങവളെ പിരിയാതെ വസിച്ച നാള് കൽമഷൗക്കങ്ങൾ അവതരിച്ചുള്ളതാ ജന്മികളെന്ന പോലെ ചില പുത്രരും. ചെമ്മേ മുതിർന്നുളവായി ചമഞ്ഞാരവർ തമ്മേ വളർപ്പതിനായി അതികശ്മലൻ മുന്നം തനിക്കുള്ളതെല്ലാം നശിപ്പിച്ചും പിന്നെ പരദ്രവ്യമാർജിച്ചിതേറ്റവും ബ്രഹ്മസ്വവും അമരസ്വവും സ്വസ്വവും നിർമര്യാദകനേറ്റ അടക്കിനാന്. പുണ്യലേശം കിനാവിൽ പോലും ഏതുമങ്ങൊന്നറിയാതെ കണ്ടിങ്ങനെ നിന്ദ്യനായി തന്നെ മറന്നു കഴിച്ചതു കാലവും വന്നടുത്തു ജീവിതാവധിയും തുലോ. അങ്ങനെയുള്ള മഹാപാപിയെ പുനരങ്ങു വൈകാതെ കൊണ്ടാശു ചെന്നിടുവാന് ഞങ്ങളെ ഇങ്ങ് അയച്ചു ധർമ്മരാജനി എന്നിങ്ങനെയുള്ള മഹാപാപി തന്നെ ചാരത്തുടനിങ്ങെഴുന്നള്ളുവാനുള്ള കാരണം നേരെ അരുൾ ചെയ്യുക വേണമേ. കാലദൂതാവലി ചൊന്നതു കേട്ടു തൽക്കാലേ ചിരിച്ചു നാരായണദൂതരും പാരാതെ കണ്ടരുൾ ചെയ്തു സുഹൃതികളാരും ഇല്ലിങ്ങിവനൊത്തവരൂഴിയിൽ നേരെ വിചാരിച്ചു കാൺമിൻ തനയനും നാരായണേതി നാമം വിധിച്ചപ്പോഴേ വേറായി ചമഞ്ഞിതവനുടെ പാതകം 100,000 ജന്മം ആർജിച്ചതൊക്കെയും കാലവംശം ഗമിപ്പാൻ തുടങ്ങും ക്ഷണകാലെ തിരുനാമമൊന്നറിയാതെ താന് പാരിൽ ഒരുവൻ ജപിക്കിൽ അവനുടെ ഘോരമഹാപാപമൊക്കെ നീങ്ങിയിടുന്നു. പേരായിരമുള്ളവൻ തിരുനാമങ്ങൾ ഓരോന്നിനുള്ള ഫലങ്ങൾ ചൊല്ലിടുവാൻ മാരാരിയും വശമല്ലാഞ്ഞുസന്തതം നാരായണേതി ജപിച്ചിരുന്നിടുന്നു. നാവാലതു ബലാലൊന്നു ചൊല്ലിടുകിൽ പാവനമായി ചമയും ജഡമൊക്കവേ
നാരായണാഖ്യ നാലക്ഷരമായതിൽ ഓരോന്നിലുള്ള ഫലങ്ങൾ ചിന്തിക്കിലോ. വേദജപങ്ങളും യാഗകർമ്മങ്ങളും പാതിക്കു പാതി പരിഹാരമല്ലെന്നും ചൊല്ലുന്നതിങ്ങനെയുള്ള നാമം ബലാല് ഉള്ളഴിഞ്ഞാകന്ത ചൊല്ലുകയാലിവൻ. കൽമഷമെല്ലാം അകന്നിതോ ശുദ്ധനായി നിർമ്മലനായി ചമഞ്ഞിടിനാനേറ്റവും ദണ്ഡത്തിൻ നിന്നിനി യോഗ്യനല്ല. ഒട്ടുമേ ദണ്ഡിയോടങ്ങുപോയി ചെന്നു ചൊല്ലിടുവിൻ. ഞങ്ങളീ വണ്ണം പറഞ്ഞിതെന്നുള്ളതും അങ്ങു പിതൃപതിയോടു ചൊല്ലിടുവിൻ. നിങ്ങൾ ചൊന്നതാൽ അവനറിയും ദൃഢം ഞങ്ങളെയും പരമാർത്ഥങ്ങളൊക്കെയും. സർവജ്ഞനാ ധർമ്മരാജാനവസ്ഥകൾ സർവം ഗ്രഹിച്ചുര ചെയ്യുന്ന വണ്ണമേ നിർവഹിപ്പിൻ. പിന്നെ നിങ്ങളെന്നാലതും സർവൈകസമ്മതമായി വരും നിർണയം. സർവമേവം പരമാനന്ദശാലികൾ സർവേഷവൃത്യരരുൾ ചെയ്തു കേൾക്കയാൽ ഗർവം കലർന്ന യജഭടന്മാരുടെ ദൈവഗതികൾ വിചാരിച്ചു മനസ്സേ. ലജ്ഞയും പൂണ്ടു വക്ത്രങ്ങളും കുമ്പിട്ട് ഇജ്ജനം ദുർജനം സജ്ജനനാമതം നിശ്ചയിച്ച് ഒന്നും അറിയയില്ലാകയാൽ നിശ്ചയിച്ചൊന്നും അറിയയില്ലാകയാൽ ദുശ്ചരിത്രങ്ങളും ദുർവചനങ്ങളും ചെയ്തു പോയെങ്കിൽ ക്ഷമിച്ചു കൊള്ളേണമേ. കൈതവഹീനം ദയാവശന്മാർ നിങ്ങൾ എന്നു പറഞ്ഞു തൊഴുതവർ നന്നായി അനുവാദവും കൊണ്ടു വാങ്ങിനാർ ചെന്നു. പിതൃപതി തന്നോടജാമിളൻ തന്നു ദന്തങ്ങൾ ഉണർത്തിച്ചു കൊള്ളുവാൻ. ഞാനിനി മുമ്പിലെന്നവരെ വരും പാഞ്ഞീടിനാർ സംയമനീ നോക്കി ദ്രുതം. അപ്പോഴ് ദന്തക കിങ്കരന്മാരുൾ ഉൾപ്പേടി ചേർത്തു ബന്ധിച്ച ബന്ധങ്ങളും പെട്ടെന്നഴിച്ചു രക്ഷിച്ചു ജഗൽപതീഷ്ട സാരൂപ്യവന്മാർ മകുടങ്ങളും മുക്താളകങ്ങളും ഊർധപുണ്ടറങ്ങളും സ്നിഗ്ധ കടാക്ഷ വിലാസനാനനങ്ങളും ചാരു മകര മഹാമണികുണ്ടല പ്രേരിത നിർമ്മല ഗണ്ഡസ്ഥലങ്ങളും ഗ്രീവാസു ശോഭകളും കൗസ്തുഭങ്ങളും ശ്രീവത്സവക്ഷസ്സുകൾ തൃക്കരങ്ങളും ശംഖചക്രാബ്ജഗാദ്യായുധങ്ങളും പങ്കജസംഭവനാഭീ സരോജവും പീതാംബരങ്ങളും പാദാംബുജങ്ങളും ഭൂതപുരാതന പുണ്യാകൃതികളും പ്രീതി പൊഴിഞ്ഞ മുഖക്കമലങ്ങളും വീതിയൊഴുകുന്ന വാണിമേളങ്ങളും കണ്ടു തിരുനാമമാഹാത്മ്യവും കേട്ട് കൊണ്ട് അകമേ വളർന്ന് ഉണ്ടായ വിസ്മയാല് പണ്ടു താൻ ചെയ്ത മഹാദുരിതങ്ങളും ഇണ്ടൽ കലർന്നതിനുള്ള ഫലങ്ങളും കൊണ്ടൽ നേർവർണ്ണൻ മഹിമ പ്രഭാവവും കണ്ടാനന്ദം ഉൾക്കൊണ്ടു. സാമ്പ്രതം നല്ലത് എനിക്കിനി എന്തെന്നവരോട് മെല്ലവേ ചോദിച്ചു കൊള്ളേണമെന്നവൻ കല്യാണ ദേവത കാമുകൻ തന്നെയും ഉള്ളിൽ സ്മരിച്ചു ഉറപ്പിച്ചു
തൊഴുതുടൻ വക്രപ്രഭാടനാരംഭകാലേ നിനക്കത്രേ അടുത്തതില്ലെന്നുടേ അനന്തര തത്രേ മറഞ്ഞതുകൊണ്ടു വൈരാഗ്യവും ചിത്തേ മുഴുത്ത സന്താപവും ഭീതിയും കൂടെ കലർന്നഴകോടെ മനക്കാമ്പിൽ കൂടെ വിചാരം തുടങ്ങിനാൻ ഈദൃശം ഞാനെന്തിനി ചെയ്വതാനന്ദവാരിതേ ഞാനെന്തിനീ ചെയ്വത് ആനന്ദവാരിതേ ദീനതയാനിതേ നീ വെടിഞ്ഞിടിനാൽ മേലിലൊരഗതിയില്ലെരിക്കുന്നതിൽ കാലമവിടെ ഈ കണ്ടതോ നിർണയം കീഴിലെ താനുമുണ്ടൽപസുഹൃതമിപ്പോൾ അറിയാതെ ചെയ്തു പോയിട്ടതുമൂലം കഴുത്തിലമ്മാറകപ്പെട്ടവൻ കാലപാശത്തെയും ഛേദിച്ചരക്ഷണം പാലനം ചെയ്വതിനായി അഖിലയ്യ സൽപാലന തൽപരന്മാരവർ തമ്മേയും കാണായി കഴിഞ്ഞിതു ദുരിതാബോധൗ വീണു മുഴുകി തളർന്നു നീന്തുന്നു ഞാൻ. അടുത്ത ഭാഗം നാളെ.